ഇന്നത്തെ ബർത്ത്ഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ വന്നിട്ട് പുറത്തു പോകാൻ പോവാണ്. കുഞ്ഞിനൊരു ബാട്ടബ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് കാറ്റടിക്കാൻ വേണ്ടി എത്ര സ്ഥലത്ത് നടന്നു എന്നറിയോ. പിന്നെ പറഞ്ഞു സ്പോർട്സിൻ്റെ ഈ ബോൾസൊക്കെ എയർ ചെയ്യുന്ന അതിലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ സൈക്കിൾ കട ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പം ആ നീഡിൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടും എന്തെങ്കിലും ഒന്ന് ചെയ്താ ചേട്ടാ കുറേ ദിവസമായി വാങ്ങി വെച്ചിട്ടെന്ന് പറഞ്ഞ് അങ്ങനെ കൈയോടെ ആ ചേട്ടനെ കൊണ്ട് ആ ചേട്ടൻ എന്തൊക്കെയോ ഇട്ടങ്ങനെ സെറ്റാക്കി തന്ന് കുറച്ചേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതാണെങ്കിൽ അവൾക്ക് സന്തോഷമായിട്ടുണ്ടായിരുന്നു. പിന്നെ കൈയോടെ വന്നിട്ട് നമ്മളെ ബർത്ത്ഡേ ഡെക്കറേഷൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് റെയിൻബോ തീമാണ്. ഇത് ഞാൻ ഏകദേശം ഒരു 230 രൂപയ്ക്കോ എന്തോ ഫുൾ സെറ്റ്, ലൈറ്റ്, നെറ്റ്, അതേപോലെ ബലൂൺസും സാധനം എല്ലാം കൂടെ ഞാൻ 200 സംതിങ്ങിനാണ് ഇത് വാങ്ങിയത്. പിന്നെ ഞാനും ഇതുട്ടിയും കൂടെ കൈയോടെ അത് ഫുള്ള് സെറ്റാക്കി. ആദ്യം നെറ്റ് വന്നിട്ട് അറേഞ്ച് ചെയ്തു, പിന്നെ അതിൻ്റെ മേലെ ലൈറ്റ്, പിന്നെ എൻ്റെ അടുത്ത് ഒരു സ്റ്റാറിൻ്റെ ലൈറ്റും ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടിയാണ് ഞാൻ ഇട്ടത്. അങ്ങനെ ലൈറ്റ് ഇട്ടു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുക്കിംഗ് പരിപാടി നടക്കുന്നുണ്ട്. ഇന്ന് ബട്ടർ ചിക്കനും അതേപോലെ ചപ്പാത്തിയാണ്. പിന്നെ ഉച്ചയ്ക്കത്തെ നല്ല മത്തിക്കറി ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അധികം പുറത്തൊന്നും ആരുമില്ല, അപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സും മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ബർത്ത്ഡേ അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ടായിരുന്നു നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. ഇനി വന്നിട്ട് ഒരു 5ാമത്തെ ബർത്ത്ഡേ നമ്മൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും. ഇത് നമ്മൾ മാത്രം വീട്ടിൽ, പിന്നെ അവളുടെ അപ്പാർട്ട്മെൻറ്റിലെ ഫ്രണ്ട്സും. അങ്ങനെ വന്നിട്ട് നമ്മുടെ ഡെക്കറേഷൻ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും വലിയ ടാസ്ക് ഇല്ലായിരുന്നു. ഫസ്റ്റ് ബർത്ത്ഡേയുടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാവാം മേ ബി ഇത് ഈസി ആൻഡ് സിമ്പിളായിട്ട് ഫസ്റ്റ് ബർത്ത്ഡേനേക്കാൾ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കാൻ പറ്റി. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീട്ടിൽ നിന്ന് ഫോൺ വരുന്നുണ്ടായിരുന്നു. പാറുവിനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു എന്താണ് സംഭവം. അതിൻ്റെ ഇടയ്ക്ക് കൊറിയർ എന്തൊക്കെയോ വരാണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ ആ ഫോട്ടോ എടുത്ത് നോക്കുവാണ് എങ്ങനെയാണ് ഇത് അറേഞ്ച് ചെയ്തിരുന്നത് എന്നുള്ള കാര്യം ഡൗട്ടായി. പിന്നെ അതൊക്കെ എടുത്ത് നോക്കി. പിന്നെ ബലൂണിലേക്ക് കടന്നു. ഒരു 10-60 ബലൂൺ വീർപ്പിക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഇത് ഇത്ര ഈസി ആയിട്ട് വീർപ്പിക്കാൻ പറ്റുക. ഹരിബറിന്ന് പിന്നെ അപ്പോട്ടിനും എല്ലാവരും കൂടി ഇരുന്ന് വീർപ്പിച്ച് തരാൻ തുടങ്ങി. ഞാനും അങ്ങനെ വീർപ്പിച്ചുകൊണ്ട് കൈയോടെ ഫോൺ ചെയ്തുകൊണ്ട് എനിക്ക് 4 ഭാഗത്തും കൈയൊന്നുള്ള പോലെ ഞാൻ ചെയ്തിട്ടിരിക്കണം. കുക്കിങ്, അതേപോലെ ഫോൺ വിളി, പിന്നെ ബലൂൺ വീർപ്പിക്കൽ, ഇതിനിടയ്ക്ക് സെറ്റിങ്സ് എന്തൊക്കെയോ ഞാൻ ഇതിൻ്റെ അടുപ്പം ചെയ്യുന്നുണ്ട്. പക്ഷെ പറയാണ്ടിരിക്കാൻ മേല ബട്ടർ ചിക്കൻ കുറച്ച് ഓവർ ബേൺഡായിപ്പോയിരുന്നു. കരിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ ഒരു സൈഡ് കുറച്ച് ഓവർ ബേൺഡായിപ്പോയി. കാര്യം ഇമാതിരി പണിക്ക് പോയി കഴിഞ്ഞ് അങ്ങനെയല്ല, അതിൻ്റെ അപ്പുറം വരുമല്ലോ. അപ്പം ഇനി ഞാൻ കൂടുതൽ ചലച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എൻ്റെ ഡെക്കറേഷൻ പരിപാടികൾ നിങ്ങൾ കണ്ടോളൂ. അപ്പുറത്തെ പിള്ളേരും ഒക്കെ വന്നിട്ട് ഇടയ്ക്ക് വരുന്നുണ്ട്. കാര്യം ബോൾസോ സാധനങ്ങളൊക്കെ കിടക്കില്ലേ. അവരൊക്കെ 2 വയസ്സും 3 വയസ്സുള്ള പിള്ളേരാണ്. ഇതൊക്കെ കണ്ടാൽ പിന്നെ അവരും അടങ്ങി നിൽക്കുകയല്ല വെറുതെ. ഈ ഒരു സമയപ്പോൾ അപ്പോട്ടൻ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അപ്പോട്ടിൻ്റെ അടുത്ത് വീർപ്പിക്കാൻ വേണ്ടി കൊടുത്തു. ഒരെണ്ണം വീർപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോട്ടൻ ഓരോ ടാസ്കിലേക്ക് അങ്ങ് എസ്കേപ്പായി. ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ മതി. എല്ലാവരുടെയും വീട്ടിലും കാണും ഇങ്ങനെ കുറേ ഹസ്ബൻഡുകൾ ഒരു പണിയും ചെയ്യല, വന്നിട്ട് ഭരിപ്പിച്ചുകൊണ്ട് വിട്ടിരിക്കും. ഇപ്പോൾ കണ്ടോ നിങ്ങൾ ഭരിപ്പീരി. ഇനി ഇതൊരെണ്ണം കൂടെ തട്ടിവിട്ടിട്ട് അങ്ങോട്ട് മാറും, ഫോൺ എടുത്ത് പിടിക്കും. വേറെ പണിയൊന്നും ഇല്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞപ്പോഴും ചെയ്ത് തുടങ്ങി. പിന്നെ അവിടെ ഇരുന്ന് ഫോൺ വിളിയായി. പിന്നെ അപ്പോഴത്തേക്കും ഞങ്ങൾ ഏകദേശം മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈറ്റും ഇതൊക്കെ. പിന്നെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വെച്ചിരുന്ന മെറ്റീരിയൽ എടുത്തിട്ട് ഞങ്ങളൊന്ന് ടേബിൾ മാറ്റാക്കി എടുത്തത്. കാര്യം ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മെഷീൻ കംപ്ലൈൻ്റ് ആയി പോയതുകൊണ്ട് അത് ഉപകാരമായി എന്ന് പറഞ്ഞാൽ മതി. ആ മെറ്റീരിയൽ എടുത്ത് നമ്മൾ ടീപ്പോയും വന്നിട്ട് ടേബിൾ മാറ്റായിട്ട് അങ്ങ് സെറ്റ് ചെയ്തു. അപ്പോൾ വന്നിട്ട് ഫുൾ അങ്ങ് റെയിൻബോ തീം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഫോർ ബെറ്റർ ആയിരുന്നു. കഴിഞ്ഞ തവണ ആകെ ഹറിബറിയും എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാത്തതും നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ വന്നിരിക്കണേ. എല്ലാത്തിൻ്റെ ഇടയിൽ കൂടി ഇത് നമ്മൾ തന്നെ ഡെക്കറേറ്റ് ചെയ്യണു. ആകെ ഒരു സംഭവമായിരുന്നു, ഒരു പോകുകയായിരുന്നു ആകെ മൊത്തത്തിൽ അന്ന്. പക്ഷേ അതിൻ്റെ കുറവ് ഇതിൽ തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. സിമ്പിളായിട്ടാണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഡേ ലൈറ്റൊക്കെ അപ്പം തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈറ്റൊക്കെ ഓഫാക്കി കഴിഞ്ഞപ്പോൾ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കിങ്ങൊക്കെ പകുതിയാക്കി മാറ്റി വെച്ച് ചിക്കനൊക്കെ വെച്ച് മസാലയൊക്കെ ആക്കി കഴിയുമ്പോൾ പകുതിയാക്കി മാറ്റി വെച്ച് പിന്നെ ഇനി കേക്ക് കട്ടിങ് കഴിഞ്ഞ് ബാക്കി നോക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ഓർഡർ ചെയ്ത കേക്ക് വന്നിട്ടുണ്ടായിരുന്നു കൈയോടെ. പിന്നെ അത് അവർക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേണമായിരുന്നു പോകാൻ, ഡാമേജ് ഒന്നും ഇല്ലെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി. നമ്മൾ കേക്ക് രസമല്ല ഡെലൈറ്റിൽ വന്നിട്ട് റെയിൻബോ തീമിൽ സെറ്റ് ചെയ്തെടുക്കുക ചെയ്ത. കാര്യം റെയിൻബോ കേക്കിൽ അധികം ആൾക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ മകളുമായിട്ടുള്ള യുദ്ധം തുടങ്ങി. അവളെ റെഡിയാക്കി കഴിഞ്ഞാൽ അവൾ പിന്നെ അടങ്ങി നിൽക്കില്ല. അറിയാം, കേക്ക് കണ്ടാലും പ്രശ്നം ഉണ്ടാക്കും. കട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ
ഞങ്ങൾ റെഡിയായതിന് ശേഷം അവളെ റെഡിയാക്കാൻ വേണ്ടി വന്ന്. ഈ ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നിട്ട് എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ, എൻ്റെ നെഞ്ചിൽ തീയെന്നായിപ്പോയി. എൻ്റെ മകളുടെ അവസ്ഥ ഒന്ന് നോക്കിക്കേ നിങ്ങൾ. ഞാൻ അപ്പം ഇട്ടുണ്ട് നോക്കേണ്ടതായിരുന്നു. അപ്പം ഇട്ട് നോക്കിയില്ല. കറക്റ്റ് ആയിരിക്കുമെന്ന് വിചാരിച്ച്. പിന്നെ നമുക്കാണ് കുറുക്കുവഴിയില്ലാത്ത ഒരു ഇലാസ്റ്റിക് എടുത്ത് അങ്ങ് വേസ്റ്റിൽ കെട്ടി അത് എന്താ പറയുക, ഒരു കേപ്പ് പോലെ കിടക്കുന്ന പോലെ ഒരു ടോപ്പ് ആൻഡ് സ്കേർട്ട് ആൻഡ് ടോപ്പാക്കി ഞാൻ മാറ്റി പെട്ടെന്ന് തന്നെ. പിന്നെ അതങ്ങ് സെറ്റായി. കാര്യമില്ലായിരുന്നു. ഞാനിപ്പോൾ എന്ത് ചെയ്തേനെ, എന്ത് അബദ്ധം ഞാൻ കാണിച്ചതെന്നറിയില്ല. പിന്നെയുള്ള എൻ്റെ മകളുടെ സന്തോഷ പ്രകടനമൊക്കെ നിങ്ങൾ കണ്ടോളി. അതിന് മാത്രം ഉണ്ട്. Happy birthday to you. ബുച്ചിക്ക് കേക്ക് കട്ടിങ് എന്നുള്ളത് എന്തുകൊണ്ട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാര്യം ഇപ്പം നമുക്ക് നവംബർ തൊട്ട് നമുക്ക് ബർത്ത്ഡേ ആണ്. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയിൽ പിന്നെ ഒരു ബ്രേക്ക് ഉണ്ട്. മാർച്ച് കണ്ടിന്യൂസ് 1 മാസം 2 കേക്ക് കിട്ടാൻ നമ്മൾ കട്ടുന്ന ഒരു അതുകൊണ്ട് ആ സമയത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആര് കേക്ക് കട്ടിയാൽ നിന്നാലും അവൾ ആദ്യം ഡ്രസ്സ് ചെയ്തിട്ട് വരും. അവരുടെ കൂടെ അവളായിരിക്കും ഫസ്റ്റ് കേക്ക് കട്ടിയുക കുഞ്ഞ് വന്നതിന് ശേഷം. പിന്നെ നമ്മൾ ഈ ബേക്കറിയിലൊക്കെ പോകുമ്പോൾ അവിടെ ഫുള്ള് ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഫ്രണ്ടിൽ ഇങ്ങനെ കേക്ക് ഉണ്ടാവില്ല, അതിൻ്റെ മുമ്പിൽ പോയിന്ന് ക്ലാപ്പ് ചെയ്ത് ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കും ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ്. എൻ്റെ കുഞ്ഞിക്ക് കേക്ക് കട്ടിങ് എന്ന് പറയുന്നത് ഏതോ ഒരു വലിയ ഹരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പിന്നെ ആകെ കേക്ക് കട്ടിങ്ങും പിന്നെ റെയിൻബോ നമ്മുടെ ആ ഒരു ഫോണ്ടൻ ഉണ്ടല്ലോ, അതായിരുന്നു എല്ലാവർക്കും വേണ്ട. അതിലൊരു കുഞ്ഞി ഉണ്ടായിരുന്നു 3 വയസ്സുള്ള, അവൻ അത് മതിയായിരുന്നു. നമ്മൾ ആദ്യം എല്ലാവർക്കും ആ ഫോണ്ടൻറ്റ് വന്നിട്ട് കുറേശ്ശെ കൊടുത്തു. പിന്നെ ആയിട്ട് കൊടുത്തു. കാര്യം അതിൻ്റെ ഫ്ലേവർ ഇങ്ങനെ കുറേ കളേഴ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇതിനിടയ്ക്ക് നമ്മുടെ ക്യാമറാമാൻ വന്നിട്ട് ഇന്ന് മുരുകേഷായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് മുരുകേഷ് നല്ല രീതിയിൽ തന്നെ എല്ലാവരെയും കവർ ചെയ്ത് നമുക്ക് വീഡിയോസൊക്കെ എടുത്ത് തരുന്നുണ്ടായിരുന്നു. കുഞ്ഞി ആ കേക്കിൻ്റെ അവിടെ നിന്ന് മാറുന്നില്ലായിരുന്നു. അവൾക്ക് അതൊക്കെ ഓരോന്നെടുത്ത് മാറ്റിയിട്ട് അവൾക്ക് കട്ടിങ്ങിലാണ്. കട്ട് ചെയ്യണം, കണ്ടോ ആ കേക്ക് കഴിക്കണമുണ്ട്, കട്ട് ചെയ്യണം, കേക്ക് കഴിക്കണം. ഇതാണ് എൻ്റെ മകളുടെ ലക്ഷ്യം. പിന്നെ കൈയോടെ തന്നെ പിള്ളേരെല്ലാവരും കേക്കൊക്കെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. ആ കുഞ്ഞി ഫോണ്ടൻ്റ് മാത്രം അവൻ കഴിച്ചുകൊണ്ടിരിക്കണേ. ഇപ്പോൾ എല്ലാത്തിനും അത്യാവശ്യം നല്ല രീതിയിൽ പനിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കൈയോടെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഇനി വന്നിട്ട് ഇനി എനിക്ക് കുക്കിങ്ങിലേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുക്കളയിലേക്ക് പോകും. ഇന്ന് നല്ല അടിപൊളി ബട്ടർ ചിക്കനും അതേപോലെ തന്നെ നമ്മുടെ ചപ്പാത്തിയാണ് നമ്മുടെ ഫുഡ്. കേക്ക് കട്ടിങ്ങും കഴിഞ്ഞ് പിള്ളേർക്കൊക്കെ സെറ്റിലാക്കി അവരെയൊക്കെ ഒരുവിധ ഹൗസിലായി കഴിഞ്ഞപ്പം ഞാൻ കുക്കിങ്ങിന് കയറി. കാര്യം നമ്മുടെ മുരുകേശ് ഇവിടെ വെയിറ്റിംഗ് ആണ്, ഫുഡ് കൊടുത്തിട്ട് വേണം വിടാനായിട്ട്. അങ്ങനെ നമ്മൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കി, അടിപൊളിയായിരുന്നു. അപ്പോൾ ബട്ടർ ചിക്കൻ അതേപോലെ തന്നെ കുറച്ച് ഐറ്റംസ് ഞാൻ പെട്ടെന്ന് ഒരു റെസിപ്പി നോക്കാണ്ട് വന്നിട്ട് അത്ര സ്പീഡായിട്ട് ഉണ്ടാക്കും. അത് എക്സ്പീരിയൻസ് ആയെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ല എരിവുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും കൊണ്ട് ടേസ്റ്റ് ചെയ്യിക്കണം. കാര്യം ലാസ്റ്റ് ഒരു തവണ ഒരു പനി വന്ന് പോയി കഴിഞ്ഞ് എനിക്കൊരു മണവും ഇല്ല, ഒരു രുചിയില്ല. കുറേ കാലങ്ങളായി, ഒരു 8-9 മാസമായിട്ടുണ്ടാവും. എനിക്ക് കുക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ ഒരു സ്മെല്ലും അങ്ങനെ കിട്ടാറില്ല. അതുകൊണ്ട് എനിക്ക് ആ മണമൊക്കെ കിട്ടാത്തതുകൊണ്ട് ഇതിന് ആ ഒരു ടേസ്റ്റ് ഉണ്ടോ എന്നൊരു സംഭവമാണ്. കുക്കിങ്ങിൻ്റെ സമയമൊക്കെ ആയപ്പം കഴിയേണ്ട സമയമൊക്കെ ആയപ്പോൾ ഏകദേശം മുരുകേഷിന് പോകേണ്ട നേരമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മുരുകേഷ് നമ്മൾ വീട്ടിലേക്ക് കേക്കൊക്കെ കൊടുത്തു വിട്ടു. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. മുരുകേഷിനൊപ്പം കമ്പനി കൂടാൻ വേണ്ടിയിട്ട് അപ്പോഴും കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവർ രണ്ടും കൂടെ ഫുഡൊക്കെ കഴിച്ച് മുരുകേഷിന് നമ്മൾ ഒന്ന് യാത്രയൊക്കെ ആക്കിയിട്ട് പിന്നെ നമ്മളൊന്ന് ഫ്രീ ആയി. പിന്നെ ഞാനും ഒക്കെ ഒന്ന് പോയി ഡ്രസ്സൊക്കെ മാറി ഒന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ അപ്പോട്ടൻ റെസ്റ്റ് അടിക്കുകയായിരുന്നു ആ നേരത്തെ ഇവിടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ ഫംഗ്ഷൻ ജ്യൂസുകളാരും ശ്രദ്ധിക്കേണ്ടതില്ല. ഇത് ബട്ടർ ചിക്കൻ, ഇത് കുറച്ച് ഫ്രൈ ചെയ്തത്, ഇത് ഉച്ചയ്ക്കത്തെ മത്തീൻ്റെ ചാറ്, ചപ്പാത്തി, ബാക്കിയുള്ളതൊക്കെ ജ്യൂസിനുള്ള ടച്ചിങ്സ്. ഇതും കഴിഞ്ഞ് അപ്പോണ്ടതായ കുറച്ച് കലാപരിപാടികളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, ബൈ.